Hey guys, welcome back. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻഡ്രോയിഡ് ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ ലുക്സ് കംപ്ലീറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതിന് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ 5 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ലോഞ്ചർ വരും, അതുപോലെ ഐക്കോൺസ്, വാൾപേപ്പേഴ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു 5 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലോഞ്ചർ തന്നെ തുടങ്ങാം. നമ്മൾ ഐ ലോഞ്ചറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐ ലോഞ്ചർ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് പറയുന്നത്. വെൽക്കം ടു ഐ ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ ലോഞ്ചിങ് സ്ക്രീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കാണിച്ചു തരും. നമ്മളൊക്കെ ഇതേപോലെ നെക്സ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പോവുക. സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുണ്ടാവും. നമ്മൾ അലോ കൊടുക്കുക. കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ അലോ കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഐ ലോഞ്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോഞ്ചർ, അതായത് ഫോണിൻ്റെ ഇൻ്റർഫേസ് കംപ്ലീറ്റ് ആയിട്ട് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതായത് നമ്മൾ ആദ്യം നമ്മുടെ ഇൻ്റർഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഇൻ്റർഫേസ് ഉള്ളതെന്ന്. സോ നമുക്കിവിടെ ഐ ലോഞ്ചർ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടെ ഫോൺ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമുക്ക് റീസൈസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ ആൽഫ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ തീം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ ഷെഡ്യൂൾ ചെയ്യാൻ, നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഒട്ടുമിക്ക എല്ലാ ഫോൺസിലും ഉണ്ട് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. then നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ കസ്റ്റമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വാൾപേപ്പേഴ്സ് ഗാലറിയിലുള്ളത് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇനി അടുത്തതായിട്ട് ഷോ ഓൺ ലോക്ക് സ്ക്രീൻ, അതുപോലെ വൈബ്രേഷൻ, വോളിയം, കസ്റ്റം കൺട്രോൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് എന്നും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡൈനാമിക് ഐലൻഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡ് ഇതുപോലെ എനേബിൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ലോഞ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മുകളിലായിട്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ അതിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമായിട്ട് ഒരു ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ഞാനത് ചെയ്യുന്നതായിരിക്കും. കാരണം അത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇവിടെ അസിസ്റ്റീവ് ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഐഫോണിലുള്ള കുറേ അധികം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ലേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലേ ഔട്ടാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ ലൈറ്റ്, ഡാർക്ക്, തീംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പേജ് ട്രാൻസ്ഫോമർ, ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഏത് ആനിമേഷനാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഈ ഒരു ലോഞ്ചറിലുണ്ട്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലൈവ് വാൾപേപ്പറൊക്കെ കിട്ടുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോഡായി വരുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ കുറേ അധികം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ പറയുന്ന പോലെ കുറേ അധികം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾ ഈ ഒരു കോളിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം റിംഗ് ടോൺസിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിംഗ് ടോൺസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള റിംഗ് ടോൺസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ലൈവായിട്ട്, അതായത് ഇപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഇത് എന്താണ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡൗൺലോഡായി കിട്ടും. ദെൻ നമുക്ക് ഇതേപോലെ ലോഡായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താണ് മീൻസ് ലൈവിൽ എന്താണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ, അതായത് നമ്മുടെ ഫോൺ ഇതേപോലെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു വാൾപേപ്പർ മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കുറേ അധികം വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ലുക്ക് തന്നെ മാറ്റാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തത്, GTയുടെ ഒരു വാൾപേപ്പറാണ്. ഇതുണ്ട് നമ്മൾ ഫോൺ ഇതേപോലെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വാൾപേപ്പർ മൂവ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വാൾപേപ്പർ തന്നെയാണ്. നമ്മൾ രണ്ടാമത് പരിചയപ്പെടുത്തിയത് ഒരു ലൈവ് വാൾപേപ്പറാണ്. പക്ഷേ നമ്മുടെ മൂന്നാമത് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു HD വാൾപേപ്പേഴ്സ് ആണ്. അതായത് HD വാൾപേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ അധികം ഇമേജസും കാര്യങ്ങളൊന്നുമല്ല, കുറച്ചധികം പാറ്റേൺസ്, എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വേവ് ഡ്രോപ്സ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്.
ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ കുറേ അധികം പാറ്റേൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വാൾപേപ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് കാണിക്കുന്നത്. കുറേ അധികം പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് വാൾപേപ്പേഴ്സ് എന്നുള്ള സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം വാൾപേപ്പേഴ്സ് കാണാൻ പറ്റും. നമ്മൾ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതായത് കളക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ അധികം കാറ്റഗറൈസ് തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഫൺ ഷേപ്സ്, സെൻ സ്റ്റോൺസ്, വേവി, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയും കുറേ അധികം കുറേ അധികം വെറൈറ്റീസ് ഓഫ് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ലൈവ് വാൾപേപ്പർ വേണ്ട, ഇതുപോലത്തെ HD കുറച്ച് എസ്തെറ്റിക് ഒക്കെ ആയിട്ടുള്ള വാൾപേപ്പേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഐക്കോൺ പാക്കാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലും കുറേ പാക്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നമുക്കപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. സോ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ഗ്ലോലൈൻ എന്നാണ്. ഗ്ലോലൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര അധികം ഐക്കൺസ് ആണ് ഉള്ളത് എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ കുറേ അധികം ഐക്കൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ അധികം വെറൈറ്റീസ് ഓഫ് ഐക്കൺസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഐക്കൺ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പം ഓരോ കാറ്റഗറൈസ് തിരിച്ചിട്ടുണ്ട്. ഫോൾഡർ എന്നുള്ളതിന് ഒരു ടൈപ്പ്, ഫയൽസിന് ഒരു ടൈപ്പ്, ഡ്രോവേഴ്സിന് ഒരു ടൈപ്പ്, അതേപോലെ ആപ്സ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറ്റഗറൈസ് തിരിച്ചിട്ട് തന്നെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എല്ലാം ആക്സസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഐക്കോൺസ് മാത്രമല്ല കിഡിലും വാൾപേപ്പേഴ്സും ഉണ്ട്. നമുക്ക് താഴെയായിട്ട് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഐക്കോൺസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാറ്റഗറൈസ് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴെയുള്ളത് പറഞ്ഞാൽ ഇതേപോലെ കിഡിലായിട്ടുള്ള വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വാൾപേപ്പേഴ്സ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വാൾപേപ്പേഴ്സ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വിഡ്ജറ്റ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ കുറേ അധികം ടെംപ്ലേറ്റ്സ് ഓൾറെഡി അവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാം. ഇത് ലോഡിങ്ങിന് അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിലേത് വിഡ്ജറ്റ്സ് ആണോ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്കും വന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കിഡിലെ കീബോർഡാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ കുറേ അധികം കീബോർഡ്സിൻ്റെ ലേഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. LED കീബോർഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ അധികം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീബോർഡ്സിൻ്റെ ലേഔട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ RGB കളർ, പല ടൈപ്പ് ഓഫ് കളേഴ്സിലും കാര്യത്തിലൊക്കെ ഉണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കുറേ അധികം കീബോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാറ്റഗറൈസ് തിരിച്ചിട്ട് തന്നെ കുറേ അധികം കീബോർഡ്സിൻ്റെ ലേഔട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേഡിയൻ്റ് എന്നുള്ളത് കൊടുക്കുന്ന ടൈമിൽ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള കുറേ അധികം ഓപ്ഷൻസ് പറ്റും. അതിൽ കളർ സെലക്ട് ചെയ്യുന്ന ടൈമിൽ പല ടൈപ്പ് ഓഫ് കളേഴ്സിൽ ഉള്ള കീബോർഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ കുറേ അധികം ഇമോജീസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് യു മേക്ക് മീ ലാഫ്, അതിൻ്റെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോജി നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ആ ഒരു ടെക്സ്റ്റ് യു മേക്ക് മീ ലാഫ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഇമോജി നമുക്കിവിടെ കാണുന്നുണ്ടാവും. അതുപോലെ ഹാപ്പി ഡേ, അങ്ങനെ കുറേ ഹംഗ്രി, മാഡ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. കുറേ അധികം ടെക്സ്റ്റിന് ഷോർട്ട് കട്ട് പോലെ ഇമോജീസ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇമോജീസ് ഒക്കെ വെച്ച് ചാറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ഫീച്ചർ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇമോജി എന്നുള്ളതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കുറേ അധികം സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ അനിമൽസ്, അതുപോലെ ഇവിടെ മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ അധികം വേറെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ വന്ന് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ലേ ഔട്ട്, അതുപോലെ ഷോറോ നമ്പർ, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണിക്കും. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള കീബോർഡ് നിങ്ങളുടെ കീബോർഡായിട്ട് വരുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഇതേപോലെ സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ താഴെയായിട്ട് കാണിക്കും ഏത് രീതിക്കാണ് വരിക എന്നുള്ളത്. സോ നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് സംഭവം ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തിയത്. 5 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്, വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.